ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടെന്ന് ഫീല് ചെയ്യുന്നത് അല്ലേ? ഇപ്പോഴാണ് ശരിക്ക് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ജോലി എന്താണെന്ന് സാധാരണക്കാരനായ എന്നെപ്പോലത്തെ ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നത്. ഞാൻ കരുതിയിരുന്നത്, നമ്മളൊക്കെ പറയില്ലേ പഠിക്കുന്ന കാലത്ത്, സാങ്കല്പിക അച്ചുതണ്ടിയിലാണ് ഭൂമി എന്നുള്ള ഒരു സാങ്കല്പിക, അങ്ങനെ ഒരു സംഭവമാണ് ഈ ആഭ്യന്തരം എന്നൊക്കെ ആയിരുന്നു എൻ്റെ കരുതൽ. അങ്ങനെയല്ല. അതൊരു പൊസിഷനാണ്. അവിടെ കുറേ പണികളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ വിജയിപ്പിച്ചു വിട്ടവർ ആ പൊസിഷനിലെത്തുമ്പോൾ அந்த പണികളൊക്കെ ചെയ്യണമെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കേരളത്തിൽ ഇത്രയും അധികം ലഹരി എങ്ങനെയാണ് ഒഴുകാനുണ്ടായ സാഹചര്യം ഉണ്ടായത്? അപ്പോൾ ഈ കഴിഞ്ഞ 5-10 വർഷവും നമ്മുടെ മുമ്പത്തെ ഈ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന മുതൽ ചുമ്മാ ഇരുന്ന് ആയിരുന്നോ എന്നൊരു തോന്നൽ. കാരണം ഇത്രയും അധികം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് പിടിച്ച് എടുക്കുന്ന ലഹരി എന്നൊന്ന് പറഞ്ഞാൽ ചുരുക്കം ക്വാണ്ടിറ്റി അല്ല, ചുരുക്കം എമൗണ്ടിലുള്ളതുമല്ല. അപ്പോൾ ഈ വകുപ്പ് തന്നെ 5-10 വർഷമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങായിരുന്നോ എന്നാണ് ചോദിക്കാനുള്ളത്. അത് വകുപ്പിന് ഒരുപാട് ജോലികളുണ്ട് അത്രേ. ഞാൻ എല്ലാത്തിലും കുറച്ച് ഉണ്ടത്രേ ചേർക്കാൻ പോയി. ഇപ്പോ സിമ്പിളായി നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ. അതേ സുഹൃത്തുക്കളെ, ആഭ്യന്തരമന്ത്രിക്കും പണിയുണ്ട്, ചുമ്മാതിരിക്കലല്ല. ചുമ്മാതിരുന്നാൽ ഇത്തരം ആളുകൾ കേരളത്തിൽ അതിഭീകരമായൊരു മാർക്കറ്റ് കൊണ്ടുവരികയും അതിൽ അതിഭീകരമായി കച്ചവടം നടത്തുകയും നമ്മുടെ പുതുതലമുറ, കുറേ ചെറിയ കുട്ടികളടക്കം ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് 5-10 വർഷമായി നമ്മൾ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വിജയിപ്പിച്ച് വിടുന്നത് നമ്മളെ സംരക്ഷിക്കുവാനും നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ നോക്കുവാനാണ്. അല്ലാതെ അവിടെ ചെന്നിരുന്ന് നമ്മളെ ഭരിക്കുവാനോ നമ്മളോട് കടക്ക് പുറത്തു എന്ന് പറയുവാനുമല്ല. ഭരണം ഞങ്ങളിപ്പോൾ കാണുന്നുണ്ട്, നമ്മൾ കാണുകയാണ്. അതെ, ആഭ്യന്തരമന്ത്രിക്കും പണികളുണ്ട്, ഒത്തിരി പണികളുണ്ട്. ഇതാണ് പണി, ഇങ്ങനെയാണ് പണിയേണ്ടത്. എന്താ, ശരിയല്ലേ? കുരു പൊട്ടരുത്, സത്യം പറയുമ്പോൾ കുരു പൊട്ടരുത്.